ഇയാളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഹലോ. ഞെട്ടലോടെ അവൻ കണ്ണുകൾ പിൻവലിച്ചു. ഞാൻ കുട്ടിയും കോലുമൊന്നുമല്ല, BSc നഴ്സിംഗ് തേർഡ് ഇയർ. പതിഞ്ഞ സ്വരം, എന്നാൽ കുറച്ച് കടുത്തിരുന്നു. ഡെന്നിയുടെ മുഖമൊന്ന് ഇരുണ്ടു. ആണോ? കണ്ടാൽ പറയില്ല. ഞാൻ കരുതി +1 +2 ആകുമെന്ന്. തിരികെ ഗൗരവത്തിൽ പറയുമ്പോൾ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെ നിന്നു. ചുണ്ടു കൂർത്തു. ഭവതിയുടെ കുട പിടിച്ചാലും അവിടെ വെച്ചേക്കൂ. ഇപ്പം എനിക്ക് തീരെ സമയമില്ല. അരഭിത്തിക്ക് താഴെ നിലത്തായി അവൾ വിരൽ ചൂണ്ടുമ്പോൾ ഡെന്നിയുടെ കണ്ണുകൾ ആ വെള്ളാരം കണ്ണിൽ തന്നെ വീണ്ടും ഉടക്കി. അവൾ തിരിഞ്ഞ് പള്ളിക്കകത്തേക്ക് ധൃതിയിലോടുമ്പോൾ അവൻ ചിരിയോടെ നിന്നു. കുട്ടിയും കോലും അല്ലാത്രേ, BSc നഴ്സിംഗ്. ഉള്ളിൽ ഒരു തുടുപ്പ് ഉയരുന്നതറിയാതെ അവൾക്ക് പിന്നാലെ നടന്നു. അമ്മച്ചി, ദേ അത് നോക്കി. നീരജയുടെ കണ്ണിൽ സന്തോഷം. അവർ ഡെന്നിക്ക് നേരെ വിരൽ ചൂണ്ടി. എൻ്റെ അച്ചായൻ കൂട്ടിയിട്ട് വന്നതാ. ആയിരിക്കും. ഡെന്നി, ഇങ്ങ് വാടാ കൊച്ചനെ. വല്യമ്മച്ചി കൈകാട്ടി അരികിലേക്ക് വിളിച്ചു. അവൻ്റെ കണ്ണുകൾ മറ്റാരെയോ തിരയുവാണ്. ഇവനിത് ആരെയാ പരക്കം പാഞ്ഞു നോക്കുന്നത്? സംശയത്തോടെ വല്യമ്മച്ചിയുടെ കണ്ണുകൾ കൂർത്തു. ഹോ, തള്ളയ്ക്ക് മൂത്ത കൊച്ചുമോനെയും മരുമകളെയും കിട്ടിയപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ട. സൂസൻ ദേഷ്യത്തിൽ പല്ല് ഞെരിച്ചു. എൻ്റെ ചേച്ചി, അല്ലേലും ഇച്ചായനുണ്ടായിരുന്ന കാലത്തും മൂത്ത മകനോടായിരുന്നില്ലേ അപ്പച്ചനും അമ്മച്ചിക്കും കൂടുതൽ കാര്യം? അവസാനം എന്തായി? സക്രിയ അടുത്തു നിൽക്കുന്ന ഭാര്യയെ രൂക്ഷമായി നോക്കി. ഇച്ചായം പോയതോടെ ഒരു വയ്യാവേലി നിന്റെ തലയിൽ കയറി. സൂസൻ വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ മേരിക്കുട്ടി വേദനയോടെ തല താഴ്ത്തി പിടിച്ചു. കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞൊഴുകി. ഈ അടയ്ക്കാക്കുരു നിമിഷ നേരം കൊണ്ട് എവിടെയാ മറഞ്ഞത്? ഹൃദയവും കണ്ണും ആ പെണ്ണിനു വേണ്ടി തിരയുന്നതറിയാതെ അവൻ പുലമ്പി. കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നും കൊയർ ടീമിലെ പെൺകുട്ടികളിലുടക്കി. ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു ചിരി വിടർന്ന നിമിഷം. ഹൃദയം പൂമ്പാറ്റയായി പാറി പറക്കുന്നത് ആദ്യമായി അറിയുന്ന അനുഭവം. നെഞ്ചിൽ അമർത്തി തഴുകുമ്പോൾ മാലയോടുകൂടിയ കുരിശ് കയ്യിൽ തടഞ്ഞു. കർത്താവേ, എന്താ ഇപ്പോൾ ഇങ്ങനെ? കണ്ണുകൾ ആ പെണ്ണിലൂടെ ഒന്ന് ഒഴുകി നടന്നു. ലൈറ്റ് ലാവൻഡർ കളർ ചുരിദാറാണ് വേഷം. തലവഴി ഷോൾ ഇട്ടിട്ടുണ്ട്. വെളുത്തു ചുവന്ന കുഞ്ഞുമുഖം, ഇളം പിങ്ക് നിറമാർന്ന അധരങ്ങൾ. കർത്താവേ, ഇതിനാണോ എൻ്റെ ലോകത്തു നിന്നും എന്നെ ഇവിടേക്ക് എത്തിച്ചത്? പ്ലീസ്, വേണ്ട, വിട്ടേക്ക്. നമുക്ക് ഇത് സെറ്റാവില്ല. എടി നാൻസി, ദേ ഡെന്നീസ്. ഒന്ന് പോയി മുട്ടി നോക്കിയാലോ? എൻ്റെ ജാസ്മി. ഒരു ചിരി കൊടുത്ത് നാണം കെട്ടുപോയി ഞാൻ. അയാൾക്കെപ്പോഴും ഈ ഗൗരവഭാവമാണെന്ന് തോന്നുന്നു. എന്നാൽ ഒന്ന് ചിരിപ്പിക്കാം, അത് കഴിഞ്ഞ് മുട്ടാം, അതാ നല്ലത്. ജാസ്മിൻ അവനെ തന്നെ നോക്കി നിന്നു. കണ്ണുകൾ വീണ്ടും അവളിൽ അനുസരണയില്ലാതെ പതിക്കുന്നുണ്ട്. ഒരു 5 അടി 5 ഇഞ്ച് പൊക്കം വരും. 40 കിലോ കാണൂ? ഏയ്, സാധ്യതയില്ല. ഇനിയിപ്പോൾ എടുത്തു നോക്കേണ്ടി വരൂ. ഡെന്നി ചിരിയോടെ മീശ പിരിച്ചു വെച്ചു. വലത് കൈകൊണ്ട് തലമുടിയെ തഴുകി ചരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കി. എടീ, നിന്റെ ഇച്ചായം ചിരിച്ചു. ഓ, എനിക്ക് വയ്യ. ഒന്ന് തുള്ളി ചാടിയാലോ? ചാടിക്കോ. അച്ഛൻ നിന്നെ എടുത്ത് പള്ളിക്ക് പുറത്തെറിയും, നാൻസി പതിയെ പറഞ്ഞു. അപ്പോൾ വേണ്ടല്ലേ? എന്തായാലും ഇന്ന് ഞാൻ നിന്റെ ഇച്ചായനോട് മിണ്ടും. അയാൾക്ക് മുംബൈയിൽ എന്താടി ജോലി? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അയാളുടെ നോട്ടവും ഭാവവും വെച്ച് ഇനി മുംബൈയിൽ ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുന്ന ആളാകാനും സാധ്യതയുണ്ട്. അത് ശരിയാ നാൻസി. ആ ബൺ ചെയ്ത് വെച്ചിരിക്കുന്ന മുടിയും 6 അടി പൊക്കവും ഒത്ത വണ്ണവും കട്ട പുരികവും കട്ടിയുള്ള മീശയും എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്കും ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിടാം. നമുക്ക് കോടീശ്വരനായ ഡോക്ടറോ എഞ്ചിനീയറോ മതി. അതാകുമ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കാം. എന്നാ എൻ്റെ ഇച്ചായനെ സെറ്റാക്കി തരട്ടെ? നാൻസി പെട്ടെന്ന് ചോദിച്ചതും ജാസ്മിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ആരെ? എഡിനെയോ? അതല്ലേ എൻ്റെ സ്വന്തം ഇച്ചായൻ. ആൾ എഞ്ചിനീയറാ, ഗമയിൽ പറഞ്ഞു. ഒന്ന് പോയടി, എഞ്ചിനീയറാണ് പോലും. ഒരു മണ്ട് തലയൻ. പിന്നെ സൗന്ദര്യമുണ്ട്. ഏറ്റവും നല്ല ഗുണം എന്താന്ന് വെച്ചാൽ ആളെപ്പോഴും നല്ല ഫോമിലായിരിക്കും. ദേ ജാസ്മി, എൻ്റെ ഇച്ചായനെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. നാൻസി അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. എൻ്റെ പൊന്നു പെണ്ണെ, നിന്റെ ഇച്ചായൻ്റെ കണ്ണ് എപ്പോഴും ദേ ആ പെണ്ണിൻ്റെ പിന്നാലെയാ. നിഷയെ കാണുമ്പോൾ എഡിൻ്റെ കണ്ണിൽ വല്ലാത്തൊരു ഭാവം വന്ന് നിറയും. ഇച്ചായന് അവളെ ഇഷ്ടമൊന്നുമല്ല. പിന്നെ വല്യപ്പച്ചൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി അവളുടെ പേരിലാ. നാൻസിയുടെ സ്വരം ഇഷ്ടക്കേടോടെ കടുത്തു. നോട്ടം കോയറിൽ നിൽക്കുന്നവളിലേക്ക് നീണ്ടു.
എൻ്റെ നാൻസി, ഇഷ്ടത്തോടെയുള്ള നോട്ടം അല്ലത്. അറിയാം. ആർക്കും അവളെ ഇഷ്ടമല്ല. എൻ്റെ ഇച്ചായൻ്റെ പെണ്ണായി വീട്ടിലേക്ക് വരട്ടെ. പിന്നെ ഞങ്ങൾ ആരാണെന്ന് അവൾ അറിയും. കൊല്ലാതെ കൊല്ലണം. വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും പുന്നാര മോള് നിഷ കൊച്ച്. പുച്ഛത്തോടെ നാൻസിയുടെ ചുണ്ടുകൾ കോടി. പ്രാർത്ഥന കഴിഞ്ഞു. ഫാദർ ത്രേസ്യാമ്മയ്ക്ക് അരികിലേക്ക് വന്നു. വല്യമ്മച്ചി, ഞാൻ പുറത്തുണ്ടാകും, വന്നാ മതി. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അവിടെ നിൽക്ക് ചെക്ക, അച്ഛൻ വരുന്നത് നീ കണ്ടില്ലേ? ഓ. ഇഷ്ടക്കേടോടെ മീശ പിരിച്ച് അലസമായി നിന്നു. ഫാദർ ഡെന്നിയെ ചുഴിഞ്ഞു നോക്കി. ഇതേതാ ഈ കൂട്ടം തെറ്റിയ കുഞ്ഞാട്? മനസ്സിൽ പറഞ്ഞു. എടാ ചെക്ക. വല്യമ്മച്ചി അവൻ്റെ തോളിൽ പതിയെ തട്ടി. അവിടെ ഒരു അനക്കവുമില്ല. അച്ചോ, ഇതെൻ്റെ സാമുവലിൻ്റെ മകനാ. ആണോ? ഫാദറിൻ്റെ നോട്ടം അവനിൽ മാത്രമാണ്. മക്കളെ, പേര് പറഞ്ഞു കൊടുക്കടാ, വല്യമ്മച്ചി പതിയെ പറഞ്ഞു. ഡെന്നി സാമുവൽ. കടുപ്പത്തിൽ പറഞ്ഞ് ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് മടക്കി വെച്ചു. ഫാദറിൻ്റെ മുഖം ചുളിഞ്ഞു. കർത്താവേ, ചെക്കനെന്നെ അടിക്കാൻ പോവുകയാണോ? അവൻ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. അച്ചോ, അവൻ ഇങ്ങനെ മാപ്പാക്കണം. ഗുണ്ടായിസം നല്ലപോലെ കയ്യിലുണ്ട്, സൂക്ഷിക്കണം. ഓ ശരിയച്ചോ, അവനെ സൂക്ഷിക്കാനല്ല പറഞ്ഞത്. ത്രേസ്യാമ്മ ചിരിച്ചുപോയി. എല്ലാവരും പള്ളിക്ക് പുറത്തേക്ക് നടന്നു. നീ വരികയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാ പറ്റിയടാ കൊച്ചനെ? അവൻ്റെ കൈത്തണ്ടയിൽ വല്യമ്മച്ചി മുറുകെ പിടിച്ചു. ഹോ, വന്നില്ലിനി ചിലപ്പോൾ പടിക്കെട്ടുകൾ ചാടി ഓടി ഇറങ്ങി ഈ വയസ്സുകാലത്ത് നടു ഒടിഞ്ഞങ്ങനെ കിടക്കരുതല്ലോ. കടുപ്പത്തിൽ പറയുന്ന ഡെന്നിയുടെ ചെവിയിൽ അവർ അമർത്തി പിടിച്ചു. എനിക്ക് അത്ര വയസ്സൊന്നുമില്ല. മക്കൾ വലുതായി, അവർക്കും മക്കളായി, കൊച്ചുമക്കളുടെ കല്യാണം ആവാറായി എന്നും പറഞ്ഞ് എന്നെ വയസ്സിയാക്കിയാലുണ്ടല്ലോ. തമാശ പറയുമ്പോഴും അവനിൽ ഒരു ചിരി പോലുമില്ല. കടുത്ത മുഖം. ഇവൻ എന്നതാടി കൊച്ചേ, ചിരിക്കത്തില്ലയോ? അതൊന്നും പറയാതിരിക്കുന്നത് അമ്മച്ചി ഭേദം. വാ മക്കളെ, സെമിത്തേരി വരെ ഒന്ന് പോകാം. നിങ്ങൾ വന്നെന്ന് പറയണം. ഒരുപാട് സന്തോഷിക്കും ആ മനുഷ്യൻ. ചിരി നിറഞ്ഞ മുഖത്ത് വേദന നിഴലിച്ചു. കണ്ണുകൾ അമർത്തി തുടച്ച് ഡെന്നിയുടെ കൈയും പിടിച്ച് മുന്നേ നടന്നു. പിന്നാലെ നീരജയും. ദേ, ഇത് ഞങ്ങളുടെ നിഷക്കൊച്ചു കൊണ്ടുവച്ചതാ. ബൊക്കകൾക്കിടയിൽ നിന്നും റോസിൻ്റെ ഒരു കുഞ്ഞു ബൊക്കെ കയ്യിലേക്കെടുത്ത് വല്യമ്മച്ചി പറഞ്ഞു. അവൾക്ക് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയൂ. അച്ചായന് റോസ് വലിയ ഇഷ്ടം, അതും ഇതുപോലെ ചുവന്നത്. ആരാ അമ്മച്ചി ഈ നിഷ? വന്ന നേരം മുതൽ പറയുന്നുണ്ടല്ലോ. ആളെ ഇതേവരെ കാണാൻ പറ്റിയില്ല. കാണിച്ചു തരാം, അച്ചായൻ്റെ മാലാഖ. അവളെ കാഴ്ച കണ്ടിറങ്ങിയാൽ അന്നത്തെ ദിവസം നല്ലതെന്നാ പറയാറ്. പക്ഷേ മരിക്കുന്നതിൻ്റെ അന്ന് അച്ചായൻ വെളുപ്പിന് പോയി. എൻ്റെ കൊച്ച് ഉണർന്നതുമില്ല. എന്നാ പറ്റി അറിയില്ലല്ലോ. അവർ വേദനയോടെ സെമിത്തേരിയിൽ നോക്കി കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. നീർച്ചാലികൾ ഇരു കവിൾത്തടം വഴിയും ഒഴുകിയിറങ്ങുമ്പോൾ ഡെന്നിയുടെ നെഞ്ചം പിടച്ചു. വാ വല്യമ്മച്ചി, ആരുടെയും കണ്ണുനീര് അതെനിക്ക് പറ്റില്ല. നമുക്ക് പോകാം. അവൻ അവരെ ചേർത്ത് പിടിച്ച് നടന്നു. റോസ് ബൊക്കെ. ഡെന്നി തിരിഞ്ഞു നോക്കി. ഇതുപോലൊരെണ്ണം ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. സംശയത്തോടെ മുഖം ചുളിഞ്ഞു. നിങ്ങളിത് ആരെ കാത്തു നിൽക്കുവാ? പോയില്ലേ? സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ കാറിന് അരികിൽ നിൽക്കുന്ന സക്രിയയും സൂസനെയും നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. രണ്ടും മൗനമായി നിന്നു. എൻ്റെ കൊച്ചിനെ കണ്ടില്ലല്ലോ, ഇനി പോയോ ആവോ? നിഷമോളുതേ ഇപ്പൊ പോയമ്മച്ചി. ഞാൻ നിൽക്കാൻ പറഞ്ഞതാ, കേട്ടില്ല, മേരിക്കുട്ടി പറഞ്ഞു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് വല്യമ്മച്ചി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ബാക്ക് സീറ്റിൽ നീരജയും ഇരുന്നു. ഡെന്നി കാറിലേക്ക് കയറി മുന്നേ തല ഉയർത്തി പടിക്കെട്ടിന് മേലേക്ക് നോക്കി. എടാ കൊച്ചനെ, പോകാം, വല്യമ്മച്ചി ഉറക്കെ പറയുമ്പോൾ അവനൊന്ന് ഞെട്ടി. കാറ് സ്റ്റാർട്ടായി. എന്നതാടാ മോനെ, എന്തുപറ്റി? മുഖത്തൊരു വാട്ടം. അല്ല, നീ ആരെയാ പള്ളിക്കകത്ത് തിരഞ്ഞത്? ആരെ? ഞാൻ ആരെയും? വല്യമ്മച്ചിക്ക് തോന്നിയതാ. അവൻ്റെ സ്വരം ഉച്ചത്തിലായി. ഞാനും ഈ പ്രായം കഴിഞ്ഞാ വന്നത്. എന്നതേലും ഉണ്ടേൽ പറയണം. പപ്പ ചെയ്ത പോലെ ഓടിപ്പോയേക്കരുത്, താങ്ങാൻ പറ്റത്തില്ല. ത്രേസ്യാമ്മ പുറത്തേക്ക് നോക്കിയിരുന്നു. എൻ്റെ കൊച്ചു പാവം, ഇത്രയും ദൂരം നടന്ന് കണ്ടിരുന്നേൽ ഇതേല് കയറ്റാമായിരുന്നു. വേദനയോടെ സീറ്റിലേക്ക് ചാരി കിടന്നു. വലിയ ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് കയറിയതും അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി. വെപ്രാളത്തിൽ സാരിയും ഉയർത്തിപ്പിടിച്ച് സ്റ്റെപ്പുകൾ കയറി. അപ്പോഴേക്കും സക്രിയയുടെ കാറും മുറ്റത്ത് നിന്നു. മറിയാമോ? വല്യമ്മച്ചിയുടെ ഉറക്കെയുള്ള വിളി. അടുക്കളയിൽ നിന്നവർ ഹാളിലേക്ക് വന്നു. കൊച്ചു വന്നോടി.
ഹാ വന്നമ്മച്ചി. ഓടി കിതച്ച് വന്ന് കയറി ദേ ഡ്രസ്സ് മാറി വരാന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് സെറ്റിയിലിരുന്നു. കഴിക്കാൻ എന്നതാടിയുള്ളത്? കൊച്ചുങ്ങൾക്ക് വിശക്കുന്നുണ്ടാകും. പോത്തുലത്തിയത് പാകായി, പാലപ്പം ഉണ്ടാക്കാം. മറിയാമ്മ പറയുമ്പോൾ അവരെ രൂക്ഷമായി നോക്കി. ചൂടോടെ കഴിക്കാലോ, അതാ. പരുങ്ങലോടെ കിച്ചണിലേക്ക് നടന്നു. പിന്നാലെ മേരിക്കുട്ടിയും നീരജയും. ഈ കാട്ടിലെ സിംഹമാണല്ലേ, എല്ലാവരെയും ഒറ്റ നോട്ടത്തിൽ വിറപ്പിക്കുന്നുണ്ടല്ലോ. മുന്നിലായി നിന്ന് ഡെന്നി ചോദിക്കുമ്പോൾ വല്യമ്മച്ചി ചിരിയോടെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ഇതുങ്ങളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല മക്കളെ, പ്രത്യേകിച്ച് എൻ്റെ മക്കൾ. അവർ കിച്ചണിലേക്ക് നടക്കുമ്പോൾ ഡെന്നി പടിക്കെട്ടുകൾ ഓടിക്കയറി. പെട്ടെന്ന് നിന്നു. കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. ചെവി കൂർത്തു. ഇവിടെ ഇതാരാ മൂളിപ്പാട്ട് പാടുന്നത്? ആ രണ്ട് സാധനങ്ങളാണോ? കണ്ണുകൾ സ്റ്റെയറിന് താഴെ കാണുന്ന അടഞ്ഞു കിടക്കുന്ന ഡോറിന് നേർക്ക് പാഞ്ഞു ചെന്നു. ഹാ, ആരോ ആവട്ടെ. അവൻ റൂമിലേക്ക് കയറി. ഷർട്ടൂരി ബിന്നിലേക്കിട്ടു. ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ധരിച്ച് ബെഡിലായി മലർന്നു കിടന്നു. ഇതുവരെ തോന്നാത്ത വികാരങ്ങൾ. ഭ്രാന്ത് പിടിപ്പിക്കുന്ന ജീവിതമായിരുന്നു നല്ലത്. ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. മനസ്സ് അതിങ്ങനെ പറന്നു നടക്കുക. ഞാനും എൻ്റെ ജോലിയും. അവിടെ ഡെന്നി ഹാപ്പിയായിരുന്നു. എത്രയും പെട്ടെന്ന് തിരികെ പോകണം. ചുണ്ടുകൾ ചലിക്കുമ്പോൾ കണ്ണുകൾ മുറുകെ അടച്ചു. ആ പീലികൾ നിറഞ്ഞ വെള്ളാരം കണ്ണ്. അവൻ പില്ലോയിൽ മുഖം അമർത്തി കിടന്നു. ചെറിയ കുട്ടിയെ പോലെ. പക്ഷെ ആള് BSc നഴ്സിംഗ് ആണ്. ഹൃദയം വേഗത്തിൽ മിടിച്ചുയർന്നു. ടേബിളിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ ഞെട്ടലോടെ തല ഉയർത്തി. എഴുന്നേറ്റ് ഫോൺ കയ്യിലേക്ക് എടുത്തു. ഒന്ന് ചിരിച്ചു. ഡെന്നി, എവിടെയാടാ? എത്തിയോ? എല്ലാവരെയും മീറ്റ് ചെയ്തോ? എങ്ങനെ, മുറ്റ ഐറ്റംസ് ഉണ്ടോ? ഒരു സ്ത്രീ ശബ്ദം. അവൻ ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്നു. ഒന്ന് നിർത്തി നിർത്തി ചോദിക്കു പെണ്ണെ. പറയണ്ട ഡെന്നി, അറിയാനൊരാകാംക്ഷ. എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ തന്നെ, പക്ഷേ ഓരോന്നായി വേർതിരിച്ച് മാറ്റി നിർത്തേണ്ടതുണ്ട്. ഓ അങ്ങനെ. അപ്പോ നീ മാറ്റി നിർത്ത്. ഓരോന്നിൻ്റെയും അടിവേര് വരെ ചികഞ്ഞു നോക്കണം. അപ്പോഴേക്കും ഞാൻ ലാൻഡ് ചെയ്യും. പിന്നെയാണ് കളി. ഡെന്നി മൗനമായി. എടാ അരുണ, നീ എന്നാ വരിക? മിസ് യു. ഒന്ന് പോടാ, ഞാനേ വരുന്നില്ല. എടി, ഉറക്കെ വിളിച്ചു. പതിയെ. സിംഹം ഗർജിക്കുന്നത് ആരും അറിയണ്ട, അവര് പേടിക്കും. മറുവശത്ത് അരുണയുടെ ചിരി ശബ്ദം. നിനക്ക് വണ്ടി ഇഷ്ടായോ? എങ്ങനെ, എൻ്റെ ഡെന്നിക്കുട്ടൻ്റെ സ്റ്റൈലിനൊത്ത് വന്നില്ലേ? ഇഷ്ടായി. എയർപോർട്ടിന് പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ കാറിൻ്റെ കീയും തന്ന് ആള് പോയി. അതാണ് അരുണ അവളൊന്ന് നിർത്തി. എന്തേ നിർത്തിയത്? ഒന്ന് പോടാ. ഉടനെ ഞാൻ ഡെന്നിക്കരികിലേക്ക്. അപ്പോൾ ബൈ. ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട് മോനെ. നിന്നെ കണക്കല്ല ഞാൻ. എ ടാലൻറ്റഡ് ബിസി വുമൺ. ഹാ ഓക്കെ ബൈ. കോൾ കട്ട് ചെയ്ത് കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്നു. അരുണ. അവളോട് പറയാമായിരുന്നു. വേണ്ട, എൻ്റെ ഭ്രാന്തിൻ്റെ കൂടെ ഇതും അവൾ ചിരിക്കും. നാൻസി, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഒരു ഷോർട്ട് സ്കർട്ടും ക്രോപ്പ് ടോപ്പും ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞു നോക്കിക്കൊണ്ട് ജാസ്മിൻ ചോദിച്ചു. കൊള്ളാം. ഇത് ഇവിടെ എന്തിനാ? നീ പുറത്തേക്ക് പോകുന്നുണ്ടോ? അവൾ കണ്ണിറക്കി. ഇത് നിന്റെ മുംബൈക്കാരൻ ഇച്ചായനെ വീഴ്ത്താനാ. അയാൾക്ക് ഈ വേഷങ്ങളാവും ഇഷ്ടം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാൻസി തല കുലുക്കി. ലിപ്സ്റ്റിക്ക് ഇത്തിരി കൂടിപ്പോയില്ലേ ജാസ്മി? ഓ, കൂടുതലൊന്നുമില്ല. അയാള് നല്ല മോഡേൺ അല്ലേ? അപ്പം നമ്മളും ഒട്ടും കുറയ്ക്കണ്ട. മക്കളെ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന സൂസൻ അന്തം വിട്ടു നിന്നു. ഇതെന്താ കൊച്ചേ, കൊള്ളില്ലേ ആൻറ്റി? എൻ്റെ മോളെ, അമ്മച്ചിക്ക് ഈ ടൈപ്പ് ഡ്രസ്സുകളൊന്നും പിടിക്കില്ല, വഴക്ക് പറയും. മമ്മ ഒന്ന് പോയേ. അവരെന്തിനാ വഴക്ക് പറയുന്നത്? ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത വീടാണിത്. എന്നാൽ അതൊന്ന് കാണണമല്ലോ. നാൻസി ജാസ്മിൻ്റെ കയ്യിൽ പിടിച്ചു. വാടി, ഇന്ന് ആ തള്ളയുടെ വായിൽ അടപ്പിടണം. വയസ്സായാൽ ഏതേലും മൂലയ്ക്ക് കിടക്കാതെ ഓടി നടന്നോളും മനുഷ്യനെ ശല്യം ചെയ്യാൻ. നീയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ പോവാം. സൂസൻ റൂം വിട്ടിറങ്ങി. പിന്നാലെ ജാസ്മിനും നാൻസിയും. നാൻസി, ദേ ഇത് ഡെന്നിയുടെ റൂമല്ലേ? ഒന്ന് നോക്കിയാലോ? എന്ത്, ഒളിഞ്ഞു നോക്കാനോ? ജാസ്മിൻ പകുതി ചാരിയ ഡോറിൽ കൈവച്ചു. ചെറുതായി തുറന്ന് അകത്തേക്ക് നോക്കി. എൻ്റെ പെണ്ണെ, അവൻ നല്ല ഉറക്ക, കയറിയാലോ? അകത്തേക്ക് കയറാൻ നിന്ന ജാസ്മിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു.
വേണ്ടടി, അവൻ്റെ ക്യാരക്ടർ അറിയാതെ ചെന്ന് ചാടിക്കൊടുത്താൽ വലിയ പ്രശ്നമാവും. ശരിയാ, ആദ്യം നമ്മുടെ റൂട്ടിൽ കൊണ്ടുവരാം, പിന്നെ ബാക്കി നോക്കാം. രണ്ടും കൂടി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി ഒരു പിങ്ക് ചുരിദാർ എടുത്തിട്ടു. അയാളെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ. ദുഷ്ടൻ. +2 പഠിക്കുന്ന കുട്ടിയായി തോന്നിയെന്ന്. ആ അജാനുബാഹുവിൻ്റെ വയറ്റിൽ നല്ല ഇടി കൊടുക്കണം. കൈ ചുരുട്ടി പില്ലോയിൽ ഇടിച്ചു. ഇനി എൻ്റെ കൺമുന്നിൽ വരട്ടെ, ഇതുപോലെ ഇടിക്കും, നോക്കിക്കോ.